മക്കൾ മാതാപിതാക്കളെയും മാതാപിതാക്കൾ മക്കളെയും കൊല്ലുന്ന ഒരു സ്ഥിരം കാഴ്ചയൊക്കെ നമ്മൾ ഇപ്പോൾ പല വാർത്തകളിലും കണ്ടുവരാറുണ്ട്. പഴയ ആത്മാർത്ഥതയോ സ്നേഹമോ ഇന്ന് പലരിലും നിറഞ്ഞു നിൽക്കുന്നില്ല. എല്ലാം എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒതുങ്ങിക്കൂടുന്ന കാഴ്ചകളാണ് നമ്മൾ സ്ഥിരം വാർത്താമാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു മകൻ അച്ഛൻ്റെ കൈയാൽ കൊല്ലപ്പെട്ടു. എങ്കിൽ പോലും ആർക്കും ആ അച്ഛനെ കുറ്റം കഴിയില്ല എന്ന് ആർക്കും കുറ്റം പറയാൻ കഴിയില്ല എന്നതാണ് മറ്റൊരു വാസ്തവമായിട്ടുള്ള കാര്യം. വളരെയധികം സ്നേഹിച്ച് വളർത്തിക്കൊണ്ടു വന്നതാണ് മകനെ. മകൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തിരുന്ന ആ അച്ഛനും അമ്മയ്ക്കും എന്നാൽ മകനിൽ നിന്ന് കിട്ടിയത് വെറുപ്പും ദേഷ്യവും അവഗണനയും മാത്രമായിരുന്നു. ഒടുവിൽ ഒരു കൈയബദ്ധത്തിൽ മകൻ്റെ ജീവൻ പൊലിയുകയാണ്, അതും പിതാവിൻ്റെ കൈകൊണ്ട്. കമ്പിപ്പാര കൊണ്ട് പിതാവിൻ്റെ അടിയേറ്റ വഞ്ചിയൂർ കുന്നംപുരം തോപ്പിൽ നഗറിൽ പൗർണമിയിൽ ഹൃദിക് എന്ന 28 വയസ്സുകാരനാണ് മരിച്ചത്. ആഡംബര ബൈക്ക് വാങ്ങാൻ 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഹൃദിക് നടത്തിയ ആക്രമണത്തിൽ സഖികെട്ട് പിതാവ് വിനയാനന്ദ് തിരിച്ചാക്രമിച്ചതാണ് മരണകാരണമെന്നാണ് പോലീസ് കേസ്. ഒക്ടോബർ 9 വഞ്ചിയൂരിലെ വീട്ടിലുണ്ടായ സംഭവത്തെ തുടർന്ന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഹൃദിക് മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിലായിരുന്നു. വിനയാനന്ദ് എന്ന 52 വയസ്സുകാരൻ പോലീസിന് മുൻപിൽ അപ്പോൾ തന്നെ കീഴടങ്ങുകയും ചെയ്തിരുന്നു. ഹൃദിക് അച്ഛനെയും അമ്മയും ആക്രമിക്കുന്നത് പതിവായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. നിർബന്ധത്തെ തുടർന്ന് അടുത്തിടെ 12 ലക്ഷം രൂപയുടെ ബൈക്ക് മാതാപിതാക്കൾ വായ്പയെടുത്ത് വാങ്ങി നൽകിയിരുന്നു. എന്നാൽ ഒക്ടോബർ 21 തൻ്റെ ജന്മദിനത്തിന് മുൻപ് 50 ലക്ഷം രൂപ മുടക്കി 2 ബൈക്കുകൾ കൂടി വാങ്ങി നൽകണമെന്ന് വാശി പിടിച്ചതാണ് ആക്രമണത്തിൽ കലാശിച്ചത്. ഹൃദിക് വിനയാനന്ദിനെ ആദ്യം വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിച്ചതാണ് അമ്മ അനുപമ പോലീസിന് നൽകിയ മൊഴി. പിന്നാലെ തലയ്ക്ക് പിതാവിൻ്റെ അടിയേറ്റ് ബോധം അറ്റു വീണ ഹൃദിക്കിനെ വിനയാനന്ദ് തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നിട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിന് മുൻപിൽ തൻ്റെ കുറ്റമേറ്റ് പറഞ്ഞ് കീഴടങ്ങുകയും ചെയ്തിരുന്നു. ആ പിതാവും മാതാവും ഏറെ വേദനയിലാണ് ഇപ്പോഴുമായിരിക്കുന്നത്. അവർ ജീവനുതുല്യം സ്നേഹിച്ചതാണ് മകനെ. എന്നാൽ അവരുടെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാതെ അവരെ എത്രത്തോളം വേദനിപ്പിക്കാവോ അത്രത്തോളം വേദനിപ്പിച്ച് അവരിൽ നിന്ന് കാശു കൈക്കലാക്കി തൻ്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു മകനായിരുന്നു ഹൃദിക്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതിൽ അയൽക്കാർക്കോ കൂട്ടുകാർക്കോ മറ്റാർക്കോ തന്നെ ഒന്നും പറയാനില്ല. കാരണം വിനയാനന്ദനെ കുറ്റപ്പെടുത്താൻ അവരാരും തയ്യാറല്ല. കാരണം അദ്ദേഹം അത്രത്തോളം ആ മകനെ സ്നേഹിച്ചിരുന്നു. ആ മകൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എടുത്ത ജീവൻ രക്ഷാ മാർഗമായിരുന്നു ഒടുവിൽ ഹൃദിക്കിൻ്റെ ജീവൻ എടുത്തത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.